എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനങ്ങൾ. കൃപയുടെ പഠനം അവസാനിക്കുന്നതേയില്ല. കുഴിക്കുന്നോറും വെള്ളം ഉറഞ്ഞുറഞ്ഞു വരുന്നത് പോലെ നാം വചനത്തിന് ആഴത്തിലേക്ക് പ്രവേശിക്കുന്നോറും കൃപ ഒരു പ്രവാഹമായി നീന്തി തുടിക്കുവാൻ, അത് നരിയാണികൾക്കപ്പുറമായി, മുട്ടോളം നിയന്ത്രിക്കുന്ന ഒരു തലത്തിനപ്പുറമായി, അരയോളം വർദ്ധിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഉപരിയായി വളരെ ആഴമേറിയ തലങ്ങളിലേക്ക് നീന്തി എത്തുവാൻ കൃപയുടെ ജലാശയം അതൊരു ചാലല്ല, അരുവിയല്ല, തോടല്ല, നദിയല്ല, ഒരു ജലാശയമല്ല, ഒരു സമുദ്രമല്ല, അത് അതിനേക്കാളൊക്കെ അപ്പുറമായി ഒരു മഹാസമുദ്രമാണ്. ഇത്രമാത്രം കൃപയെക്കുറിച്ച് വർണ്ണിക്കുവാനുണ്ട്. കൃപയുടെ ശ്രേഷ്ഠത പ്രിയമുള്ളവരെ, അത് പറഞ്ഞറിയിക്കുവാൻ വാക്കുകൾ പോരാ, അത് പാടി തീർക്കുവാൻ നാളുകൾ പോരാ, അതിനെക്കുറിച്ച് സാക്ഷീകരിക്കുവാൻ ഈ ജീവിതം പോരാ. പ്രൈസ് ദി ലോർഡ്. നാം തുടങ്ങിയത് പാപമോചനം എന്ന ഒരു വിഷയമാണ് പറഞ്ഞു തുടങ്ങിയത്. അവിടെ നിന്ന് ഇപ്പോൾ പ്രമാണത്തെക്കാൾ, നിയമത്തെക്കാൾ കൃപ എത്രയോ ഉന്നതമാണെന്ന് ഉള്ള പഠനത്തിലേക്ക് നാം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇതൊരു യുഗമാണ്. കൃപയൊരു യുഗമാണ്. പാപക്ഷമയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പുതിയ പാഠമാണ് കൃപായുഗത്തിൽ ലഭ്യമാകുന്ന ദൈവനീതി. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം വരെ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് വിവിധ കാലഘട്ടങ്ങളിൽ എന്തെല്ലാം സംഭവിച്ചതെന്ന് നമുക്ക് സസൂക്ഷ്മം നിരീക്ഷിക്കുമ്പോൾ വളരെ കാര്യങ്ങൾ വ്യക്തമാകും. അത് ഇപ്രകാരം ഞാൻ ക്രോഡീകരിക്കട്ടെ. ബൈബിൾ വ്യക്തമാക്കുന്ന പഴയ നിയമ കാലഘട്ടം മോശയിൽ ആരംഭിച്ച് പെന്തക്കോസ്ത് നാളിൽ അവസാനിക്കുന്നു. ഈ യുഗത്തെ ന്യായപ്രമാണ യുഗം എന്നറിയപ്പെടുന്നു. പെന്തക്കോസ്ത് നാൾ മുതൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ സഭയ്ക്ക് വേണ്ടിയുള്ള പുനരാഗമനം വരെയുള്ള കാലഘട്ടം കൃപായുഗം എന്ന് വിളിക്കുന്നു. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 6:2 ലൂക്കോസ് 4:19 രക്ഷാ ദിവസം, സുപ്രസാദ കാലം, കർത്താവിന്റെ പ്രസാദ വർഷം എന്നിങ്ങനെയൊക്കെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു. ഈ ഒരു കാലദൈർഘ്യത്തെ അല്ലെങ്കിൽ ഈ യുഗത്തെ കൃപായുഗം എന്നാണ് തിരുവെടുത്ത് വിശേഷിപ്പിക്കുന്നത്. ഏത് പാപിയോട് ദൈവം ഇവിടെ ഇപ്പോൾ കൃപ കാണിക്കുകയാണ്. നമ്മൾ ഒത്തിരി പ്രാവശ്യം ചിന്തിച്ച വാക്യം വീണ്ടും ഞാൻ പറയട്ടെ. യോഹന്നാന്റെ സുവിശേഷം 1:17 ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ദൈവവചനത്തിൽ കൃപ എന്ന വാക്ക് ആദ്യം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 6:8 നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു എന്നതാണ് ആ വാക്യം. അവസാനമായ കൃപ എന്ന ശബ്ദം വെളിപ്പാട് പുസ്തകം 22:21 കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ, ആമേൻ. ബൈബിളിലെ അവസാനത്തെ വചനം. ഏത് കാലത്തുമുള്ള ഏതൊരാൾക്കും ദൈവത്തിന്റെ കൃപ ലഭിക്കാം. കാരണം ദൈവം സർവ്വകൃപാലുവാൻ ദൈവമാണ്, അപ്പോൾ തന്നെ സർവാധിപതിയാണ്, പരമാധികാരിയാണ്. ദൈവത്തെക്കുറിച്ച് പറയുന്നത്, എനിക്ക് കൃപ തോന്നണം എന്നുള്ളവരോട് ഞാൻ കൃപ കാണിക്കും, കരുണ കാണിക്കണം എന്നുള്ളവരോട് ഞാൻ കരുണ കാണിക്കും. എന്തുകൊണ്ടെന്നാൽ കുശവന് കളിമൺമേൽ അധികാരമുണ്ടല്ലോ. റോമാലേഖനം 9:15, 18, 20, 21 വാക്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. പുതിയ നിയമത്തിൽ ഇപ്രകാരം യേശുവിന്റെ അമ്മയ്ക്കും കൃപ ലഭിച്ചു എന്നാണ് മറിയോട് പറയുന്നത്. മറിയേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ലൂക്കോസ് 1:30 എന്നാണ് ദൂതൻ യേശുവിന്റെ അമ്മയോട് പറഞ്ഞത്. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറഞ്ഞു. യേശുവിന്റെ അമ്മ മറിയെ ചിലർ കൃപ നിറഞ്ഞവൾ എന്ന് വിശേഷിപ്പിക്കാൻ ഇത് തികഞ്ഞ ഒരു വേദ വിപരീതമാണ്. നോഹയ്ക്കും ഇതര ഭക്തന്മാർക്ക് കൃപ ലഭിച്ചത് അതുപോലെ മറിയയ്ക്ക് കൃപ ലഭിച്ചു. എന്നാൽ അത് അനിതര സാധാരണമായ ഒരു കാര്യത്തിനായിരുന്നു എന്ന വ്യത്യാസം. കന്യകയായിരിക്കെ യേശുവിനെ ഗർഭത്തിൽ ചുമക്കുക എന്നതായിരുന്നു ആ കൃപ. യേശുവിനെ ഹൃദയത്തിൽ വഹിക്കുവാനുള്ള കൃപ ഇന്നും ആർക്കും ലഭ്യമാണ്. കൃപ നിറഞ്ഞവൻ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ആ നിറവിൽ നിന്ന് മറിയയ്ക്ക് മാത്രമല്ല ഏതൊരാൾക്കും, നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭ്യവുമാണ്. റോമർ 11:6 പറയുന്നത്, കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപ കൃപയല്ല. ഇവിടെ മറിയയെ കുറിച്ച് പറയുമ്പോൾ എല്ലാ കാലത്തും മറിയെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തുന്നു. കൃപ ലഭിച്ചവളെ എന്ന് നാം അംഗീകരിക്കുന്നു. യേശുവിനെ ഉദരത്തിൽ വഹിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ച ആ സഹോദരി എക്കാലത്തും സ്മരിക്കപ്പെടും. കാരണം പ്രകൃതിയാലുള്ള ഒരു സംയോജനം കൂടാതെ, പുരുഷൻ ഇഷ്ടത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കാതെ ഒരു മശിക പിറക്കുവാൻ തന്റെ ശരീരത്തെ സമർപ്പിച്ച ആ സ്ത്രീരക്തം എന്നും പ്രശംസിക്കപ്പെടും. അത് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയുന്ന ഒരു സത്യമല്ല. എന്നാൽ മറിയയ്ക്ക് ലഭിച്ച കൃപ ഏത് നിന്ദയും, ഏത് ലജ്ജയും, ഏത് അപമാനത്തെയും സ്വീകരിക്കുവാൻ തന്നെ പ്രാപ്തനാക്കി. എഫ്രീം മലനാട്ടിൽ സെക്രിയാവിന്റെ ഭാര്യ എലിസബത്ത് ഒളിച്ചു പാർക്കുമ്പോൾ കിഴക്കൻ മലയോര പ്രദേശമായ ഈ മലനാട് എഫ്രീം താഴ്വരയിൽ നിന്ന് ഈ സെക്രിയാവിന്റെ വീട്ടിലേക്ക് മറിയ കയറി ചെല്ലുകയാണ്. വിവാഹം കൂടാതെ, കുടുംബജീവിതം നയിക്കാതെ ഒറ്റയ്ക്ക് പാർക്കുന്ന ഈ സഹോദരി ഇപ്പോൾ ഗർഭവതിയായിരിക്കും. ഒരു കുടുംബജീവിതം നയിക്കുന്ന സെക്രിയാവും എലിസബത്തും ഇപ്രകാരം ഒരു വിടുതൽ അല്ലെങ്കിൽ ഒരു സന്തോഷം, ഒരു അത്ഭുതം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ അവർക്കത് പ്രസിദ്ധമാക്കാൻ കഴിയാതെ കൂടാരത്തിനകത്ത്, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ രഹസ്യമായി, ആരും അറിയാതെ ഒളിച്ചു പാർക്കും. എലിസബത്തിനെ പുറത്തെടുത്തത് നമ്മുടെ കർത്താവിന്റെ അമ്മയായ മറിയയാണ്. മറിയയുടെ വന്ദനസ്വരം കേട്ടപ്പോൾ എലിസബത്തിനുള്ളിൽ പിള്ള പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു തുള്ളി എന്നാണ് എഴുതിയിരിക്കുന്നത്. എലിസബത്തിനെ സംബന്ധിച്ച് അത് പ്രാർത്ഥനയുടെ മറുപടിയാണ്. ഇതേ ഗബ്രിയേൽ ദൂതൻ സെക്കരിയാവിനോട് പറഞ്ഞത് കൃപ ലഭിച്ചവനെ അല്ല. എലിസബത്തിനോട് സംസാരിച്ചത് നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു എന്നല്ല, നിങ്ങളുടെ
പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നാളിതുവരെ നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടിയായി. അവിടെ ദൂതൻ അങ്ങനെയും പുരുഷനെ അറിയാത്ത മറിയോട് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായെന്നല്ല, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്നാണ് പറഞ്ഞത്. നിങ്ങളോട് എന്ത് പറയണമെന്ന് ദൂതൻ അറിയാം. ഒരിക്കലും ദൈവികതം തെറ്റുകയില്ല. ദൈവിക പദ്ധതി ഒരിക്കലും തെറ്റിപ്പോകുകയില്ല. ദൈവിക അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിച്ച എലിസബത്തിന് പുറത്തു പോകാൻ കഴിയാതെ എഫ്രൈം മലനാട്ടിൽ അവർ ഒരുമിച്ച് കഴിയുമ്പോൾ ലോകക്കാരുടെ, സമൂഹത്തിന്റെ, നാട്ടുകാരുടെ, വീട്ടുകാരുടെ അപമാനങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും യേശു നിമിത്തം എത്രമാത്രം സഹിക്കുവാനും ഈ മറിയ തയ്യാറായി. അതുകൊണ്ട് കർത്താവിന്റെ അമ്മയുടെ ഒരു നിലയും വിലയും ഒരിക്കലും കുറച്ചു കാണാൻ കഴിയുകയും സർവ്വലോകത്തിനും ഈ രക്ഷയെ വെളിപ്പെടുത്തുവാൻ, തന്റെ ശരീരത്തെ അല്ലെങ്കിൽ ലോകരക്ഷനെ ആ ഉദരത്തിൽ വഹിക്കുവാൻ സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്ന സർവ്വചരാചകന്റെ സൃഷ്ടിതാവായ, സർവത്തിന് ആധാരമായ ആ യേശുവിനെ തന്റെ ഗർഭപാത്രത്തിൽ വഹിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത ഒരു മാനപാത്രമാണ് കർത്താവിന്റെ അമ്മ മറിയ. പുതിയ നിയമത്തിൽ കൃപ ലഭിച്ച മറിയ നമ്മുടെ മുമ്പിൽ ഒരു അടയാളമായി നിൽക്കും. പഴയ നിയമത്തിൽ അനേകം വിശുദ്ധന്മാർക്ക് ദൈവകൃപ ലഭിച്ചു. അവർ ദൈവകൃപയാൽ വൻകാര്യങ്ങളെ ചെയ്തു. എന്നാൽ മറിയയ്ക്ക് ലഭിച്ച കൃപ ഈ ലോകത്തിന് യേശുവിനെ സമ്മാനിക്കുന്നതാണ്. ഒത്തിരി ന്യായവാദങ്ങളും മാനുഷികമായ ചോദ്യങ്ങളും ജീവശാസ്ത്രപരമായ പലവിധമായ സംശയങ്ങൾക്കും ദൂതനോട് തർക്കുത്തരം പോലെ നിരവധി ചോദ്യങ്ങൾ ചോദിക്കാം. ഒരുപക്ഷെ നമ്മളാണെങ്കിൽ ചോദിച്ചേനെ. കന്യകയായ ഈ സഹോദരി ഇപ്രകാരമാണ് പ്രതികരിച്ചത്, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല. എന്റെ മറുപടി, അഭിഷക്തൻ പുറത്തു വരുവാൻ, മശിഹ പുറത്തു വരുവാൻ, ലോകരക്ഷകൻ പുറത്തു വരുവാൻ, ദൈവോത്തരം പുറത്തു വരുവാൻ മനുഷ്യ സഹായം വേണ്ട, പ്രകൃതിയുടെ നിയമം വേണ്ട, ഈ ഭൗതിക ലോകത്തിലെ ശാസ്ത്രീയ സാഹചര്യങ്ങൾ അനുകൂലമാകണ്ട, ദൈവകൃപ മാത്രം മതി. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രന് വിളിക്കപ്പെടും. പ്രിയ സഹോദരങ്ങൾ, ഇതൊരു ദൂതാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. അങ്ങനെ ലോകത്തിന്റെ മാനദണ്ഡങ്ങള്, ബുദ്ധിപരമായ സമീപനങ്ങള്, ലോകത്തിന്റെ ആശയങ്ങള്, മാനുഷിക ജ്ഞാനം, പ്രകൃതി നിയമങ്ങള്, ശരീരശാസ്ത്രം, ഇപ്രകാരമുള്ള നാച്ചുറൽ ലോയ്ക്കൊന്നും അടിസ്ഥാനമില്ലാതെ നിങ്ങളുടെ ലൈഫിൽ ഒരു അത്ഭുതം ചെയ്യുവാൻ യേശുവിന് കഴിയും, ദൈവത്തിന് കഴിയും. നിങ്ങൾ വിശ്വസിച്ചാട്ടെ. ഈ കൃപയുടെ പാഠങ്ങൾ അത്ഭുതമായ ദൈവപ്രവൃത്തിയിലേക്ക് നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ നമുക്ക് വിശ്വസിച്ച് ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നിങ്ങളുടെ ലൈഫിൽ ഒരു അത്ഭുതം ചെയ്യട്ടെ. കൃപയുടെ പഠനം നമുക്കൊരു അനുഗ്രഹമായി തീരട്ടെ. ദൈവപ്രവൃത്തിയിൽ ആശിക്കാം, വചനത്തിൽ ഉറയ്ക്കാം. ഗോഡ് ബ്ലെസ് യു.